ഹായ് ഗൈസ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ജാവാസ്ക്രിപ്റ്റ് കോഡ് കമ്പൈൽ ചെയ്യുന്നതെന്നും റൺ ചെയ്യുന്നതെന്നും ഒരു ബിഗ് പിക്ചറായിട്ട് നമ്മൾ ഗോത്രൂ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ. എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഗോത്രൂ ചെയ്തിരുന്നു. ഇനി അത് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി ഇൻസൈഡിൽ എന്താണ് എക്സാക്ട്ലി ആയിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയാൻ വെച്ചാൽ കമ്പൈൽ ടെക്നിക് ഡീറ്റെയിൽസ് അല്ല, പക്ഷേ ലോജിക് എക്സിക്യൂഷൻ സ്റ്റെപ്സ് ലൈക്ക് ഓർഡർ, മെമ്മറി, ഫംഗ്ഷൻ കോൾസ് എല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് ബേസിക്കലി നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിൽ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ മെമ്മറി പ്ലസ് എക്സിക്യൂഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ മെയിൻ ജോബ്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിൽ രണ്ട് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹീപ്പ്, മറ്റൊന്ന് സ്റ്റാക്ക്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ടേം മെമ്മറി പോലെയാണെന്ന് പറയാം. ബ്രൗസർ സിസ്റ്റം മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഒബ്ജക്ട്സ്, ഫങ്ഷൻസ്, ലോങ് ലീവ് ഡാറ്റാസ് എല്ലാം ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യപ്പെടും. പിന്നെ OS ബേസിക്കലി ബ്രൗസറിന് മെമ്മറി കൊടുക്കുന്ന ടൈമിൽ ബ്രൗസർ അത് എഞ്ചിനിലാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാക്ക് ഇനി നമുക്ക് നോക്കാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോഡ് എക്സിക്യൂഷൻ ഫ്ലോ മാനേജ് ചെയ്യാനും പിന്നെ ഏത് ഫംഗ്ഷൻ എപ്പോൾ റൺ ചെയ്യുന്നു, നെക്സ്റ്റ് റിട്ടേൺ എവിടേക്കാണ്, ഇതൊക്കെ ട്രാക്ക് കീപ്പ് ചെയ്യാൻ ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളല്ല ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് ആണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓർഡർ പ്ലസ് ഫംഗ്ഷൻ ട്രാക്കിംഗ് നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്മോൾ പ്രോഗ്രാമാണ് ഗ്രീറ്റ് ഫംഗ്ഷൻ. അതിൽ ഞാൻ എന്താ വെച്ചാൽ യൂസർ നെയിം കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഗെറ്റ് നെയിമിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് നെയിമിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് യൂസറിൽ നിന്ന് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് എന്നിട്ട് ഗ്രീറ്റിൽ നമ്മൾ കൺസോൾ ലോഗ് എഴുതിയിട്ട് ആ യൂസർ നെയിം എന്താണോ യൂസർ കൊടുക്കുന്നത് അത് കൺസോൾ ലോഗിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, എന്നിട്ട് ഫൈനലി ബേസിക്കലി നമ്മൾ വെച്ചാൽ ഗ്രീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇവിടുന്ന് കൺട്രോൾ ഇവിടേക്ക് വരും. ഇവിടുന്ന് ഗെറ്റ് നെയിമിലേക്ക് പോയിട്ട് പ്രോംപ്റ്റ് വിളിക്കും. പ്രോംപ്റ്റിൽ നമുക്ക് റിട്ടേൺ വാല്യൂ നെയിം കിട്ടും. അത് ഇവിടേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസോൾ ലോഗ് പ്രിൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നെയിം വരുന്നത്. അപ്പം ഞാനിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹായ് ടെസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ബേസിക്കലി അല്ലേ, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാക്ക് ബേസിക്കലി സ്റ്റാക്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഫയലിൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. സ്ക്രിപ്റ്റ് ഫയലിലെ കോഡ് ഒരു ബിഗ് അനോണിമസ് ഫംഗ്ഷനായി അത് കൺസിഡർ ചെയ്യും. സ്റ്റാക്കിൽ ആദ്യം അത് empty ആയിരിക്കും. പിന്നെ സ്റ്റാക്കിൽ തുടങ്ങുന്ന ടൈമിൽ empty ആയിരിക്കും. പിന്നെ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അനോണിമസ് വരും. ഓക്കെ, കൺസിഡർ ചെയ്യും. സ്റ്റാക്കിൽ ആദ്യം അനോണിമസ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്ക്രിപ്റ്റ് എക്സിക്യൂഷനാണ് ആഡ് ആവുന്നത്. സ്ക്രിപ്റ്റിൽ താഴെ അത് ഗ്രീറ്റ് കോഡ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ എഴുതിയത്, ഇവിടെ ഗ്രീറ്റ് കോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻജിൻ ഗ്രീറ്റ് എക്സിക്യൂഷൻ സ്റ്റാക്കിൽ അത് പുഷ് ചെയ്യും. ആദ്യം അനോണിമസ് അത് എടുത്തിട്ട് പിന്നെ ഗ്രീറ്റ് അത് എടുത്തിട്ട് പുഷ് ചെയ്യും ഈ സ്റ്റാക്കിലേക്ക്. ഓക്കെ, നമ്മുടെ എൻജിൻ അപ്പോൾ ബേസിക്കലി സ്റ്റാക്കിൽ ലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അനോണിമസ് വരും, പിന്നെ ഗ്രീറ്റ് വരുമ്പോൾ ഇപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ കറൻ്റ്ലി. ഇനി അതിൽ മോസ്റ്റ് കോമൺ ഐറ്റം എന്ന് പറഞ്ഞാൽ റണ്ണിങ് തിങ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഗ്രീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ വിളിക്കുന്നത് വെച്ചാൽ ഗെറ്റ് നെയിം എന്നുള്ളൊരു ഫംഗ്ഷനാണ് വിളിക്കുന്നത്. നമ്മൾ കോഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഗെറ്റ് നെയിം ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട് അല്ലേ. ഗ്രീറ്റ് കഴിഞ്ഞ് ഗെറ്റ് നെയിം കോൾ ചെയ്യുമ്പോൾ ഗെറ്റ് നെയിം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇവിടെ പിന്നെ ഗെറ്റ് നെയിം പുഷ് ചെയ്യും. ഓക്കെ, ഗ്രീറ്റ് ഗെറ്റ് നെയിം കോൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഗെറ്റ് നെയിം സ്റ്റാക്കിൽ പുഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനോണിമസ് ഉണ്ട്, ഗ്രീറ്റ് ഉണ്ട്, ഗെറ്റ് നെയിം ഉണ്ട്, ഈ മൂന്നെണ്ണം ഉണ്ട്. ഇനി ഗെറ്റ് നെയിമിൽ കറൻ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് നെയിമിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, അത് എന്ത് വെച്ചാൽ പ്രോംപ്റ്റ് നമ്മൾ വിളിച്ചിട്ട് പ്രോംപ്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട് നമ്മുടെ നെയിം. പ്രോംപ്റ്റും ബ്രൗസർ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ കൂടിയും അതൊരു ഫംഗ്ഷൻ തന്നെയാണല്ലോ. പ്രോംപ്റ്റും അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഇപ്പോൾ ടോപ്പ് മോസ്റ്റിലുള്ളതെന്ന് വെച്ചാൽ പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് ഡയലോഗ് ഓപ്പൺ ചെയ്യും. യൂസർ ഇൻപുട്ട് കൊടുത്ത ശേഷം അത് റിട്ടേൺ ചെയ്യും. എന്നിട്ട് എന്ന് വെച്ചാൽ പിന്നുള്ളത് പോപ്പ് അടക്കുന്നത്. സ്റ്റാക്ക് റൂൾ സിമ്പിളാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പുഷ് വരും. ഫംഗ്ഷൻ ഫിനിഷ് ചെയ്ത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോപ്പ് നടക്കും. ഓക്കെ, പ്രോംപ്റ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോംപ്റ്റ് പോപ്ഡ് ഓഫ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രോംപ്റ്റ് പോവും,
പിന്നെ ഈ 3 അനോണിമസ് ഗ്രീറ്റ് ഗെറ്റ് നെയിം വരെ ഉള്ളൂ. പ്രോംപ്റ്റ് പോയി അവിടെ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോംപ്റ്റ് പോയി. ഓക്കെ, പിന്നെ കൺട്രോൾ ബാക്സ് ടു എവിടെ വരും? ഗെറ്റ് നെയിമിലേക്ക് വരും. ഗെറ്റ് നെയിമിൽ പ്രോംപ്റ്റ് റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ഗെറ്റ് നെയിമും പോപ്ഡ് ഓഫ് ആവും. അതിനുശേഷം പിന്നെ കൺട്രോൾ ഗ്രീറ്റിലേക്ക് വരും. ഗെറ്റ് നെയിം കഴിഞ്ഞിട്ട് കൺട്രോൾ ഗ്രീറ്റിലേക്ക് വരും. ഓക്കെ, ഗ്രീറ്റ് ബേസിക്കലി അവിടെ എന്താ വെച്ചാൽ കൺസോൾ ലോഗാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഗ്രീറ്റിൽ എന്താ വെച്ചാൽ ഇവിടെ കൺസോൾ ലോഗ് ചെയ്യുന്നുണ്ട്. സോ ഗ്രീറ്റ് കൺസോൾ ലോഗ് ചെയ്ത ശേഷം ഫിനിഷ് ആകുമ്പോൾ ഗ്രീറ്റ് പോപ്ഡ് ഓഫ് ആവും. പിന്നെ ഓൺലി അനോണിമസ് ലെഫ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് അനോണിമസും പോകും. സോ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അനോണിമസ് വരുന്നത്. പിന്നെ അതിൽ ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ വരും. അതുപോലെ തിരിച്ച് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്ത ശേഷം അതൊക്കെ സ്റ്റാക്കിൽ നിന്ന് ക്ലിയർ ചെയ്ത് പെടും. ഓക്കെ, സോ ഫൈനലി സ്റ്റാക്ക് എന്ന് വെച്ചാൽ എംപ്റ്റി ആയി മാറും. സ്റ്റാക്ക് കാലിയായി മാറും. ഓക്കെ, നടക്കുന്നത്. പിന്നെ സോ ഹീപ്പിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ സ്റ്റാക്കിൽ പോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡിലീറ്റ് ആയി എന്നൊന്നല്ല അർത്ഥം. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഹീപ്പിൽ തന്നെ ഉണ്ടാവും നമ്മുടെ. ഓക്കെ, സ്റ്റാക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഹീപ്പിൽ ലോങ് ടൈം മെമ്മറി ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻസ് എല്ലാം ഹീപ്പിൽ തന്നെ സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, സ്റ്റാക്കിൽ നിന്നാണ് പോപ്പ് ചെയ്യുന്നത്. സോ കറണ്ട് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ ഷോർട്ട് ലീവ്ഡ് മെമ്മറി റിമൂവ് ചെയ്യുകയാണ് ഞാൻ പറയുന്നത്. സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് സോഴ്സസ് നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിട്ട് ഇവിടെ ഞാൻ ഡീബഗർ പോയിൻ്റ് ഇട്ടു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പോസ് ആകുമ്പോൾ ബേസിക്കലി ഡീബഗർ നമ്മുടെ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്നുള്ളത്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ കോൾ സ്റ്റാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാവും. കണ്ടോ, കോൾ സ്റ്റാക്കിൽ അനോണിമസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോൾ സ്റ്റാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓർഡർ ആയിട്ട് കാണാം. അനോണിമസ് വന്നിട്ടുണ്ട്, ഗ്രീറ്റ് വന്നിട്ടുണ്ട്, ഗെറ്റ് നെയിമും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സാക്ട്ലി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഫംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് ഇത് പോയി ഗ്രേറ്റ്. പ്രോംപ്റ്റ് ആക്ച്വലി കാണിക്കുന്നില്ല, ഇൻബിൽട്ടാണ്. ആക്ച്വലി പ്രോംപ്റ്റ് കാണിക്കേണ്ടതാണ്. സോ ഇൻബിൽട്ട് ഇതായതുകൊണ്ട് ബേസിക്കലി ഉള്ളിൽ ആക്ച്വലി അതും നടക്കുന്നുണ്ട്. പ്രോംപ്റ്റ് പുഷിൽ ഇത് പോപ്പുലേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കാൾ സ്റ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഗെറ്റ് നെയിം പോയി ഗ്രീറ്റിലേക്ക് വന്നു. കണ്ടോ, സോ ഇപ്പോൾ അതാണ് ഗെറ്റ് നെയിം പോപ്ഡ് ഓഫ് ആയിട്ട് ഗ്രീറ്റിലേക്ക് വന്നു. ഇനി ഞാനിവിടെ ഒന്നും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ കോൾ സ്റ്റാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീറ്റും കഴിഞ്ഞു, അനോണിമസ് മാത്രമായി. ഓക്കെ, ആൻഡ് ഒന്ന് റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഒന്നുമില്ല, സ്റ്റാക്ക് എംപ്റ്റി ആയി മാറി. സോ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ ത്രെഡഡ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ ത്രെഡഡ് ആണ് എന്ന് വെച്ചാൽ വൺ തിങ് ഹാപ്പൻസ് അറ്റ് എ ടൈം എന്ന് പറയാൻ പറ്റും. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുള്ളൂ ജാവാസ്ക്രിപ്റ്റ്. സ്റ്റാക്ക് എക്സാക്ട്ലി അത് എൻഷുർ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വൺ ഫംഗ്ഷൻ റണ്ണിങ് അനദർ ഫംഗ്ഷൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് റിട്ടേൺ വന്ന ശേഷം മാത്രമേ നെക്സ്റ്റ് അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, ലൈക്ക് സ്റ്റാക്ക് എംപ്റ്റി ആയാൽ സ്ക്രിപ്റ്റ് ഡൺ അല്ലേ എന്നുള്ളതൊക്കെ. സോ സ്റ്റാക്ക് എംപ്റ്റി ആയാലും സ്ക്രിപ്റ്റ് എംപ്റ്റി ആവില്ല. ബേസിക്കലി ഇവിടെയാണ് ഇവൻറ്റ് ലൂപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇവൻറ്റ് ലൂപ്പ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് ഇൻസൈഡ് എഞ്ചിനല്ല, പക്ഷേ ഇൻസൈഡ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഹീപ്പും സ്റ്റാക്കും മാത്രമേ ഉള്ളൂ. ഇവൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ബ്രൗസർ എൻവയോൺമെൻറ്റ് പാർട്ടാന്ന് പറയാൻ പറ്റും. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫംഗ്ഷൻ എഴുതി വിചാരിക്കുക, ഒരു ടൈം ഔട്ട് ഫംഗ്ഷൻ. നമ്മൾ ഗോത്രൂ ചെയ്യാം ലേറ്റർ ഓൺ എന്താണ് ടൈം ഔട്ട് എന്നുള്ളത്. ഞാൻ പറയുകയാണ്, എനിക്കൊരു കൺസോൾ ലോഗ് ABC എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് കൺസോൾ ലോഗ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് അത് എടുത്തിട്ട് കോൾ ബാക്ക് ക്യൂവിലിടും. എന്നിട്ട് ഇവൻ ലൂപ്പ് ചെക്ക് ചെയ്യും. ബേസിക്കലി എന്താ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവൻ ലൂപ്പ് ചെക്ക് ചെയ്യും, ഈ 2 സെക്കൻഡ് കഴിഞ്ഞോ ഇത് എക്സിക്യൂട്ട് ABC എക്സിക്യൂട്ട് ആയോ എന്നുള്ളത്. സോ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ABC എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമായെങ്കിൽ അതെന്ത് ചോദിച്ചാൽ സ്റ്റാക്ക് എംപ്റ്റി ആയ ശേഷം ഇവൻ ലൂപ്പിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് എടുക്കും.
ഓക്കെ, എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൈം ഔട്ട് ഒരു 0 സെക്കൻഡായിട്ട് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ടൈം ഔട്ട് കണ്ടുമ്പോൾ അത് കോൾ ബാക്കിൽ ഇട്ടിട്ട് സ്റ്റാക്ക് ഫുൾ എക്സിക്യൂട്ട് ചെയ്യും. വൺ സ്റ്റാക്ക് ഇസ് എംപ്റ്റി, പിന്നെ ചെക്ക് ചെയ്യും കോൾ ബാക്ക് ക്യൂവിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ മനസ്സിലാവും ഓക്കെ ഒരു 0 ടൈം ഔട്ടിന് നമ്മളൊരു കോൾ ചെയ്തിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇവൻറ്റ് ലൂപ്പ് എന്താ വെച്ചാൽ ആ ഒരു ഇതെടുത്തിട്ട് സ്റ്റാക്കിൽ കൊണ്ടുവന്നിടും. അതാണ് ഇവിടെ ഇവൻറ്റ് ലൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഈ സാധനം മിക്കവരും ഇൻ്റർവ്യൂ ചോദിക്കും, ഈ ഒരു ഹീപ്പ് സ്റ്റാക്ക് ഇവൻറ്റ് ലൂപ്പ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ജാവാസ്ക്രിപ്റ്റിൽ. ഇൻ കേസ് എൻ്റെ ക്ലാസ് ഇൻ കേസ് നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്ത് നിറയെ റിസോഴ്സസ് അവൈലബിൾ ആണ്, അത് വെച്ച് നിങ്ങളിത് പഠിച്ചെടുക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ ബേസിക്കലി ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേഷനാണ് ലോങ് ടൈമിന്, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓർഡറാണ് ഷോർട്ട് ടൈമിന്, ജാവാസ്ക്രിപ്റ്റ് പിന്നെ സിംഗിൾ ത്രെഡഡ് ആണെന്ന് പറഞ്ഞു. ഒരു വൺ തിങ് അറ്റ് എ ടൈം നമുക്ക് പറയാൻ പറ്റും സിംഗിൾ ത്രെഡഡിൽ. പിന്നെ ഇവൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രൗസർ സൈഡാണ്. അത് എന്ത് ചോദിച്ചാൽ കോൾ ബാക്സ് ലൈക്ക് അസിൻക്രോണസ് കോൾസ് കോൾ ബാക്സ് ഒക്കെ ലേറ്റർ റൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവൻറ്റ് ലൂപ്പ്. സോ അസിൻക്രോണസ് കോൾസ് എന്താണ്, കോൾ ബാക്സ് എന്താണെന്നൊക്കെ നമുക്ക് ലേറ്റർ ഓൺ ഗോ ത്രൂ ചെയ്യുന്നതാണ്. സോ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു ടൈം ഔട്ട് ഉണ്ട് അങ്ങനെ വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ സെക്കൻഡിന് ശേഷം മാത്രമേ എനിക്ക് ഒരു പെർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇപ്പോൾ ടൈം ഔട്ട് അസിൻക്രോണസ് കോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് നേരെ കോൾ ബാക്ക് ക്യൂവിൽ ഇടും ആദ്യം. എന്നിട്ട് സ്റ്റാക്ക് എംപ്റ്റി ആയ ശേഷം ഇവൻറ്റ് ലൂപ്പാണ് ചെക്ക് ചെയ്യുന്നത് സ്റ്റാക്ക് കോൾ ബാക്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ആയോ എന്നുണ്ട്. ടൈം ആയെങ്കിൽ അതെടുത്തിട്ട് അത് നേരെ സ്റ്റാക്കിൽ കൊണ്ടുവന്നിടും, എന്നിട്ട് അവിടുന്ന് തിരിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ഈ ആർക്കിടെക്ചർ. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതെന്തായാലും ഇൻ്റർവ്യൂസിൽ ചോദിക്കും ആക്ച്വലി. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചു വയ്ക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഇന്ന് ഞാൻ ഇവിടുത്തെ വീഡിയോ റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.